നമസ്കാരം. ആസ്ട്രോ മീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഈ വരുന്ന വിഷുവിന് ശേഷമുള്ള ഒരു വർഷക്കാലത്തേക്കുള്ള 27 നക്ഷത്രക്കാരുടെയും ആയ വ്യയ കന്തായ ഫലങ്ങളാണ്. ഈ കന്തായം എന്ന് പറയുമ്പോൾ അത് 3 ഭാഗങ്ങളായിട്ടാണ് നമ്മളത് ചിന്തിക്കുക. ആ 3 ഭാഗങ്ങളിലും 0 വരാൻ പാടില്ല. ആദ്യത്തെ ഭാഗത്ത് 0 വന്നാൽ ഒരു ഫലം, രണ്ടാമത്തെ ഭാഗത്ത് 0 വന്നാൽ ഒരു ഫലം, മൂന്നാമത്തെ ഭാഗത്ത് 0 വന്നാൽ ഒരു ഫലം, 3ഉം 0 ആയാൽ ഒരു ഫലം. അങ്ങനെയുണ്ട്. അപ്പോൾ അതെന്താ? ആദിശൂന്യ മഹാവ്യാധി. കന്തായത്തിൽ ആദ്യത്തെ ഭാഗത്ത് ശൂന്യം വന്നാൽ മഹാവ്യാധി ഉണ്ടാവും. മധ്യശൂന്യ മഹൽഭയം. മധ്യഭാഗത്ത് 0 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഹത്തായ ഭയത്തെ സംഭവിക്കും, വലുതായിട്ടുള്ള ഭയം സംഭവിക്കും. അന്ത്യശൂന്യ മനോദുഃഖം. അവസാനത്തിൽ 0 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസുഖക്കുറവുണ്ടാവും. തൃശൂന്യ മരണം ഭവേൽ. 3 ഭാഗത്തും 0 വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ആ ഒരു വർഷം അതീവ ദോഷമാണെന്നാണ് പറയണത്. ത്രിസ്ഥാന ശൂന്യരഹിതേ സർവത്ര വിജയീ ഭവേൽ. 3 ഭാഗത്തും 0 അല്ല എന്നുണ്ടെങ്കിൽ സർവത്ര കാര്യങ്ങളിലും വിജയവും ഉണ്ടാവും എന്നാണ് ആചാര്യപക്ഷം. അപ്പോൾ നമുക്ക് ഓരോ നക്ഷത്രക്കാരുടെയും ആയം വ്യയം കന്തായം ഇങ്ങനെ ചിന്തിക്കാം കേട്ടോ. ആദ്യം അശ്വതി നക്ഷത്രത്തിൻ്റെ ആയം വ്യയം കന്തായം പറഞ്ഞുതരാം കേട്ടോ. അശ്വതി നക്ഷത്രം 4 ആയം വ്യയം 4, കന്തായം 0 0 3. 2 ഭാഗത്ത് 0 വന്നിട്ടുണ്ട് കേട്ടോ. അവസാനം മാത്രമാണ് 3 വന്നിട്ടുള്ളത്. വരവും ചെലവും തുല്യമാണ്. ഭരണി നക്ഷത്രം ആയം 2 വ്യയം 6, കന്തായം 3 1 1. കാർത്തിക ആയം ശൂന്യം വ്യയം ശൂന്യം, കന്തായം 6 2 4. രോഹിണി ആയം 6 വ്യയം 2, കന്തായം 1 0 2. മകീരം ആയം 4 വ്യയം 4, കന്തായം 4 1 0. തിരുവാതിര ആയം 2 വ്യയം 6, കന്തായം 7 2 3. പുണർദം ആയം ശൂന്യം വ്യയം ശൂന്യം, കന്തായം 2 0 1. പുണർദം ആയം 6 വ്യയം 2, കന്തായം 5 1 4. ആയില്യം ആയം 4 വ്യയം 4, കന്തായം 0 2 2. മകം ആയം 2 വ്യയം 6, കന്തായം 3 0 0. പൂരം ആയം ശൂന്യം വ്യയം ശൂന്യം, കന്തായം 6 1 3. ഉത്രം നക്ഷത്രം ആയം 6 വ്യയം 2, കന്തായം 1 2 1. അത്തം നക്ഷത്രം ആയം 4 വ്യയം 4, കന്തായം 4 0 4. ചിത്ര നക്ഷത്രം ആയം 2 വ്യയം 6, കന്തായം 7 1 2. ചോതി നക്ഷത്രം ആയം ശൂന്യം വ്യയം ശൂന്യം, കന്തായം 2 2 0. വിശാഖം നക്ഷത്രം ആയം 6 വ്യയം 2, കന്തായം 5 0 3. അനിഴം നക്ഷത്രം ആയം 4 വ്യയം 4, കന്തായം 0 1 1. തൃക്കേട്ട നക്ഷത്രം ആയം 2 വ്യയം 6, കന്തായം 3 2 4. മൂലം നക്ഷത്രം ആയം ശൂന്യം വ്യയം ശൂന്യം, കന്തായം 6 0 2. പൂരാട നക്ഷത്രം ആയം 6 വ്യയം 2, കന്തായം 1 1 0. ഉത്രാടം നക്ഷത്രം ആയം 4 വ്യയം 4, കന്തായം 4 2 3. തിരുവോണം നക്ഷത്രം ആയം 2 വ്യയം 6, കന്തായം 7 0 1. അവിട്ടം നക്ഷത്രം ആയം ശൂന്യം വ്യയം ശൂന്യം, കന്തായം 2 1 4. ചതയം നക്ഷത്രം ആയം 6 വ്യയം 2, കന്തായം 5 2 2. പൂരോരുട്ടാതി നക്ഷത്രം ആയം 4 വ്യയം 4,
അവർക്ക് കന്തായം ശൂന്യമാണ്. 0 0 0. അതായത് പൂരോരുട്ടാതി നക്ഷത്രക്കാർ ത്രിസ്ഥാന ശൂന്യം. അവരൊരു മൃത്യുഞ്ജയോമം കഴിപ്പിക്കുക കേട്ടോ എല്ലാ മാസവും. കന്തായം 3 ഭാഗം ശൂന്യമാണ്. ഉത്രട്ടാതി നക്ഷത്രം ആയം 2 വ്യയം 6, കന്തായം 3 1 3. രേവതി നക്ഷത്രം ആയം ശൂന്യം വ്യയം ശൂന്യം, കന്തായം 6 2 1. അപ്പോൾ ഈ പൂരോരുട്ടാതി നക്ഷത്രക്കാർക്കാണ് ആയവ്യയത്തിൽ ദോഷം അധികം കണ്ടിട്ടുള്ളത് കേട്ടോ. അവർ എന്തായാലും നിസ്സാരമായി കാണേണ്ടതില്ല. മൃത്യുഞ്ജയ ഹോമമൊക്കെ കഴിപ്പിക്കുക, ജാതക പരിശോധനയൊക്കെ നടത്തി ഈ വർഷം എങ്ങനെയാണെന്നുള്ളത് ദശാകാലം അപഹാരകാലമൊക്കെ ഒന്ന് വിലയിരുത്തുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് പ്രയോജനകരമായ മറ്റൊരു വിഷയവുമായി വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.